നമസ്കാരം. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ജന്തർ മന്ദറിൽ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലും പെല്ലറ്റ് തോക്ക് പ്രയോഗവും രാജ്യത്തൊട്ടാകെ വൻ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ കൊടുങ്കാറ്റിനും വഴിവെച്ചിരിക്കുകയാണ്. ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നിർദോഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് അതിക്രമം അഴിച്ചുവിട്ട പോലീസ് നടപടി ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വിവിധ തുറകളിൽ നിന്നും വിമർശനമുയരുന്നുണ്ട്. പ്രക്ഷോഭകരെ നേരിടുന്നതിൽ പോലീസിന് വൻ വീഴ്ച സംഭവിച്ചെന്നും സേനയുടെ ഈ കടന്നുകയറ്റത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടനടി രാജിവെക്കണമെന്ന ആവശ്യവും രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. ക്രമസമാധാന പരിപാലനത്തിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള യുവാക്കൾക്ക് നേരെ കാണിച്ചിരിക്കുന്ന ഈ ക്രൂരത ജനാധിപത്യ രാജ്യത്തിന് തീരാ കളങ്കമാണെന്നാണ് പൊതുസമൂഹത്തിൻ്റെ പൊതുവായ വിലയിരുത്തൽ. സംഭവത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്ന നിർണായകമായിട്ടുള്ള തെളിവുകളും രേഖകളും പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അടിച്ചമർത്തൽ വ്യക്തമാക്കുന്ന വിവരങ്ങൾ രാജ്യത്തിന് മുന്നിൽ വിശദീകരിച്ച അദ്ദേഹം ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ മുഖമാണ് ഡൽഹിയിൽ ദൃശ്യമായതെന്നും ആരോപിച്ചു. ഇതിന് പിന്നാലെ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സാമൂഹിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി. ഇന്ത്യ സഖ്യത്തിലെ ജനപ്രതിനിധികൾ പാർലമെന്റ് കവാടത്തിൽ സംഘടിപ്പിച്ച വൻ പ്രതിഷേധ സമരം പാർലമെന്റിനെ പോലും ഉലച്ചു. സേനയ്ക്ക് ഡ്യൂട്ടി ചെയ്യാം, എന്നാൽ സമാധാനപരമായിട്ട് സമരം ചെയ്ത പാവം കുട്ടികൾക്ക് നേരെ വെടിവെക്കാൻ അനാവശ്യമായി ഉത്തരവിട്ടത് ആരാണ്? ഈ ചോദ്യം ഉന്നയിക്കുന്ന ബാനറുകളുമായിട്ടായിരുന്നു ജനപ്രതിനിധികളുടെ പ്രതിഷേധം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മുദ്രകുത്തി തള്ളിക്കളയാനാണ് ഭരണകക്ഷിയായ BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ സംഭവത്തിൽ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകളുമായിട്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ നേരിട്ട് രംഗത്തെത്തി. പരിക്കേറ്റ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പ്രക്ഷോഭങ്ങൾ നേരിടുമ്പോൾ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. സംഘർഷഭരിതമായിട്ടുള്ള മേഖലകളിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ CRPF അല്ലെങ്കിൽ RF പോലെയുള്ള കേന്ദ്ര സേനകളെയൊക്കെ തന്നെ വിന്യസിക്കാറുണ്ടെന്നും അസാധാരണ സാഹചര്യങ്ങളിൽ ചില നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചെങ്കിലും വിദ്യാർത്ഥികൾ പ്രകോപനമില്ലാതെ അക്രമാസക്തരല്ലായിരുന്ന സ്ഥിതിക്ക് ഇത്തരം കടുത്ത നടപടികളുടെ ആവശ്യമില്ലായിരുന്നുവെന്ന വാദം ശക്തമായി നിലനിൽക്കുന്നു. സമരക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ അതിരുവിട്ട അതിക്രമം നടന്നോ എന്ന കാര്യം കോടതി ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതിക്രമത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കേസിൻ്റെ ഗൗരവം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറാക്കിയ മെഡിക്കോ ലീഗൽ റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയ്ക്കിടെ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ നിന്ന് അപൂർവ ലോഹഭാഗങ്ങൾ മെറ്റാലിക് പെല്ലറ്റ്സ് കണ്ടെത്തതായിട്ട് ഔദ്യോഗികമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ രീതിയിലുള്ള ക്രമസമാധാന പാലനത്തിനപ്പുറം മാരകമായ ആയുധ പ്രയോഗമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നതെന്ന ഹർജിക്കാരുടെയൊക്കെ തന്നെ വാദങ്ങൾക്ക് ബലമേകുന്നതാണ് ഈ മെഡിക്കൽ തെളിവുകളൊക്കെ തന്നെ. നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രതിഷേധത്തെ അനാവശ്യമായിട്ട് വഷളാക്കുകയും ചെറിയൊരു പ്രശ്നം തീർക്കാൻ ഗുരുതരമായിട്ടുള്ള ശക്തിപ്രയോഗം നടത്തുകയും ചെയ്ത ഭരണകൂട സമീപനത്തെ കോടതി മുറിയിലും ഹർജിക്കാർ ചോദ്യം ചെയ്തു. ഇത് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വൻ വീഴ്ചയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വാദമുഖങ്ങളൊക്കെ തന്നെ. പ്രക്ഷോഭത്തിനിടയിൽ ജന്തർ മന്ദറിൽ വിന്യസിക്കപ്പെട്ട റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ആയുധ പ്രയോഗത്തെക്കുറിച്ചും അവ ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീതിപൂർവമായിട്ടുള്ള അന്വേഷണത്തിന് ഇത്തരം വിവരങ്ങൾ അത്യാവശ്യമാണെന്ന് കോടതി കരുതുന്നു. സുരക്ഷാ സേനകളുടെ മനോധൈര്യം ചോർന്നു പോകാതിരിക്കാൻ അവർക്ക് ആയുധങ്ങൾ നൽകേണ്ടതുണ്ടെന്ന് ബെഞ്ചിലെ അംഗമായിട്ടുള്ള ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി നിരീക്ഷിച്ചെങ്കിലും അത് ജനങ്ങൾക്ക് നേരെ അനാവശ്യമായി പ്രയോഗിക്കാനുള്ള അനുമതിയില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പരിക്കേറ്റ എല്ലാ വിദ്യാർത്ഥികൾക്കും യാതൊരു തടസ്സവുമില്ലാതെ അടിയന്തരമായി വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും പരമോന്നത നീതിപീഠം കേന്ദ്ര സർക്കാരിനോടും ഡൽഹി ഭരണകൂടത്തോടും ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും രാജ്യത്ത് വിവിധ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഭാവിയിൽ പൗരന്മാർക്ക് നേരെ ഇത്തരം ക്രൂരമായ അടിച്ചമർത്തലുകൾ ഉണ്ടാകരുതെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ നൽകുന്നത്. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ആയുധം കൊണ്ട് നേരിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ജനങ്ങളുടെ വോട്ടും വിശ്വാസവും നേടി അധികാരത്തിലെത്തിയ ഭരണാധികാരികൾക്ക് സ്വന്തം ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ തിരുത്താനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുമുള്ള മര്യാദയുണ്ടാകണം. അല്ലാത്തപക്ഷം അധികാരം ഉപയോഗിച്ച് ജനശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏത് ഭരണാധികാരികളെയും ജനാധിപത്യ രീതിയിലൂടെ പാഠം പഠിപ്പിച്ച ചരിത്രമാണ് ഇന്ത്യക്കുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ജന്തർ മന്ദറിലെ നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ.